പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളുടെ അനാലിസിസാണ് നമ്മളിന്ന് നടത്താൻ വേണ്ടി പോകുന്നത്. അപ്പോൾ മോഡൽ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസാണിത്. ഇപ്പോൾ വരാനിരിക്കുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് അതുപോലെ തന്നെ മറ്റ് എക്സാമുകൾക്ക് നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ അനലൈസ് ചെയ്യാനുള്ളൊരു സെഷനായിട്ടാണ് ഇതിനെ കണക്കാക്കേണ്ടത്. അപ്പോൾ ചോദ്യം പറയാം. താഴെ പറഞ്ഞിരിക്കുന്നവയിൽ നിന്ന് തെറ്റായത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. CSIR, അതായത് കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് എന്ന ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണിത്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, CSIR ഇന്ത്യ സ്വതന്ത്രമാകുന്നതിന് മുമ്പ് നിലവിൽ വന്ന സ്ഥാപനമാണ്. ഇന്ത്യ സ്വതന്ത്രമാകുന്നതിന് മുമ്പ് ആണ് CSIR നിലവിൽ വന്നിരിക്കുന്നത് എന്നാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്. 2, ശാന്തി സ്വരൂപ് ഭട്നാഗർ പുരസ്കാരം നൽകുന്നത് CSIR ആണ്. ഈ പറയുന്ന ഓർഗനൈസേഷൻ CSIR ആണ്. കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് ഈസ് ദ ഓർഗനൈസേഷൻ വിച്ച് അവാർഡ്സ് ദി ശാന്തി സ്വരൂപ് ഭട്നാഗർ പ്രൈസ് ആണോ? 3, CSIR ആസ്ഥാനം ഡൽഹിയാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് ഡൽഹിയാണ് CSIRൻ്റെത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷനാണ്. ഇതിൻ്റെ ഉത്തരം എന്തായിരിക്കും? ഓപ്ഷൻ A 1 and 2, B only 1, C all the above, D none of the above. ഇത്തിരി ബുദ്ധിമുട്ടുള്ള ചോദ്യമാണ്, പക്ഷേ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ഇങ്ങനൊരു പ്രാക്ടീസ് സെഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കും CSIR ഇന്ത്യ സ്വതന്ത്രമാകുന്നതിന് നിലവിൽ അതിന് മുമ്പ് വന്നതാണെന്ന് പറയുന്നു. അതായത് 1947 മുന്നേ വന്നതാണെന്ന്. 1942 CSIR സ്ഥാപിതമായത്. 2, ശാന്തി സ്വരൂപ് ഭട്നാഗർ പുരസ്കാരം നൽകുന്ന CSIR തന്നെയാണ്. CSIR ആസ്ഥാനം ഡൽഹിയാണ് എന്നാണ് പറഞ്ഞത്. എല്ലാം ശരിയാണ്. അപ്പോൾ ഓൾ ദി അബവ് ആണ് ശരി? അല്ല, നൺ ഓഫ് ദി അബവ് ആണ് ശരി. എന്താണ്? ഇൻകറക്റ്റാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ഇൻകറക്റ്റാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഡി ഈസ് ദി ഓപ്ഷൻ. അപ്പോൾ ഓക്കെ അല്ലേ? CSIR ഫോംഡ് 1942. ശാന്തി സ്വരൂപ് ഭട്നാഗർ പുരസ്കാരം ഓർമ്മിച്ച് നോക്കണം, CSIRൻ്റെയാണ്. അതുപോലെ തന്നെ CSIRൻ്റെ ആസ്ഥാനം ഡൽഹിയാണ്. അപ്പോൾ ഇന്നത്തെ സെഷൻ ഇതാണ്. വളരെ പെട്ടെന്ന് തന്നെ ഒരു ചെറിയ ടോപ്പിക്ക് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതിനനുസരിച്ച് സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.